നമസ്കാരം. കേരള പോലീസ് അടിമുടി നാണം കെട്ട് നിൽക്കുകയാണ്. അതും ഒരു അർജുൻ ആയങ്കിയുടെ മുന്നിൽ. അർജുൻ ആയങ്കി ചെറിയ മീനൊന്നുമല്ല. പാർട്ടിയുടെ തന്നെ വളരെ ശക്തിയായിട്ടുള്ള ആയുധമാണ്. പാർട്ടി എന്ന് പറയുമ്പോൾ CPM-ന്റെ വളരെ ശക്തിയുള്ള ആയുധം തന്നെയാണ് അർജുൻ ആയങ്കി. അർജുൻ ആയങ്കി കണ്ണൂരിലാണ് തഴച്ചു വളർന്നത്. DYFIയിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ അർജുൻ ആയങ്കി കിർമാണി മനോജിൻ്റെയും കൊടി സുനിയുടെയും ഒക്കെ അടുത്ത അനുയായിയാണ്. ഷാഫിയും അകേഷ് തില്ലങ്കേരിയും ഒക്കെ അർജുൻ ആയങ്കിയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. നൂറുകണക്കിന് ആൾക്കാരാണ് അർജുൻ ആയങ്കിയുടെ പിന്നിൽ ഇത്തരത്തിൽ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് അണിനിരന്നിരിക്കുന്നത് എന്നാണ്. അതിൻ്റെ പിൻബലത്തിലാണ് അർജുൻ ആയങ്കി ഒളിവിലിരുന്നു കൊണ്ട് പല ഭീഷണി സന്ദേശവും മുഴക്കുന്നത്. കേരള പോലീസിനകത്ത് പോലും അർജുൻ ആയങ്കിക്ക് വലിയ രീതിയിലുള്ള പിടിപാടാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് ഓരോ നിമിഷവും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രഹസ്യ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇയാൾക്ക് ആരെ വേണമോ വെല്ലുവിളിക്കാം, ആർക്കെതിരെ വേണമോ കൊലവിളി നടത്താം. ഇപ്പോൾ ആഭ്യന്തര മന്ത്രിക്കെതിരെ പോലും ഇയാൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വളരെ ശക്തമായ രീതിയിൽ അന്വേഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. കേരള പോലീസ് ഇതിനോടകം പല കേസുകളിലാണ് നാണം കെട്ട് നിൽക്കുന്നത്. ആഭ്യന്തര വകുപ്പ് തന്നെ തല കുനിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ED കേസിലടക്കം കേരള പോലീസിന്റെ സമീപനം കേരളം കണ്ടതാണ്. ED അന്വേഷണത്തിന് വേണ്ടി പിണറായി വിജയന്റെ വീട്ടിലെത്തിയപ്പോൾ ആ വാഹനം തല്ലിപ്പൊട്ടിക്കുകയും അവരെ ആക്രമിക്കുവാൻ പോകുകയും ഒക്കെ ചെയ്തതിലൂടെ നാണം കെട്ട് തല താഴ്ത്തി നിന്ന പാർട്ടി നേതാക്കന്മാരുടെ ദയാവായ്പിന് വേണ്ടിയിട്ട് കെഞ്ചേണ്ട അവസ്ഥയിലെത്തി പോലീസ് ഉദ്യോഗസ്ഥർ. അത്തരത്തിൽ നാണം കെട്ട് നിൽക്കുന്ന പോലീസിന്റെ മുന്നിലാണ് ഇത്തരത്തിൽ അർജുൻ ആയങ്കിമാർ വന്നിരുന്നു കൊണ്ട് വെല്ലുവിളിക്കുന്നത്. ഈ രീതിയിൽ വെല്ലുവിളിച്ചാൽ പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കിക്കൊള്ളൂ എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടും നേരങ്ങളേറെയായി ഇപ്പോൾ അർജുൻ ആയങ്കി ഇപ്പോഴും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പാനൂരും മാഹിയിലുമുള്ള പാർട്ടി നേതാക്കന്മാർ തൻ്റെ പിന്നിലുണ്ട് എന്ന് പലതവണ അർജുൻ ആയങ്കി വെല്ലുവിളിച്ചിരുന്നു. ആ രീതിയിൽ പാർട്ടി നേതാക്കന്മാരടക്കം തൻ്റെ പോക്കറ്റിലാണ്. താൻ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, പല കാര്യങ്ങളിലും താൻ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ അകേഷ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധത്തിലടക്കം അർജുൻ ആയങ്കിമാർ എങ്ങനെയാണ് കളിച്ചത്, എങ്ങനെയാണ് പാർട്ടിയെ ചുവപ്പിനെ പ്രവർത്തകരുടെ ചോര കൊണ്ട് മുക്കിയെടുത്തത് എന്ന ഇതിൽ നിന്ന് നമുക്ക് ഇതിനോടകം തന്നെ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഈ രീതിയിൽ അർജുൻ ആയങ്കിമാർ മറ്റിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ഓപ്പറേഷൻസ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും കേരള പോലീസിന് അതിൽ പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വലിയ മൂല്യശോഷണമാണ്. കേരള പോലീസിന് നാണം കെടുത്തുന്ന ഒരു പരിപാടി തന്നെയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കുവാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ആകെ കോതമംഗലം SHOയ്ക്കെതിരെയാണ് ആദ്യത്തെ ഭീഷണിയെങ്കിൽ പിന്നീട് ഊന്നുകാൽ CIക്ക് നേരെയാണ്. ഊന്നുകാൽ CIയോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ തൊപ്പി വയ്ക്കുവാൻ യാതൊരു തരത്തിലുള്ള യോഗ്യതകളും ഇല്ല എന്നുള്ളതാണ്. ഈ രീതിയാണ് പാർട്ടി നേതാക്കന്മാർ പല കേസുകളിലും ഈ ഗുണ്ടകളെ, ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളെ അവർക്ക് പിന്നാലെ പോകുന്നതിൻ്റെ ഒരു പരിണിത ഫലവും പ്രത്യാഘാതവുമാണ് ഇത്തരത്തിൽ അർജുൻ ആയങ്കിമാരിലൂടെ കേരളം കാണുന്നത് എന്നതാണ്. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരെയും കൂടി എടുത്തുകൊണ്ട് പറക്കുന്ന തരത്തിലേക്ക് ഇത്തരം ക്രിമിനലുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്കെതിരെ ഒന്നും തന്നെ പറയുവാൻ കഴിയില്ല. കാരണം പല കേസുകളിലും ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെ എന്താണ് പറഞ്ഞതെന്ന് കേരളം കേട്ടതാണ്. കുലംകുത്തികളെന്നും കുലംകുത്തികളാണ് എന്നതാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മുഴുവൻ ഹോമിച്ച ആ നേതാവ് 51 വെട്ടുകളേറ്റ് മരണപ്പെടുമ്പോൾ അതിന് പിന്നിൽ അർജുൻ ആയങ്കിമാർ നെഞ്ചു വിരിച്ചു നിൽക്കുമ്പോൾ ഇതായിരുന്നു പാർട്ടി കേന്ദ്രങ്ങളിൽ, പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്നുള്ള പ്രതികരണം. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് വേണ്ടി പലതും ചെയ്ത് പാർട്ടിയെ നയിച്ച, പാർട്ടിയെ സംശുദ്ധമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ച പല ആൾക്കാരും കൊല്ലപ്പെടുമ്പോൾ ഈ രീതിയിൽ പാർട്ടി പ്രതികരിക്കുമ്പോഴാണ്
ഒരുപക്ഷെ അർജുൻ ആയങ്കിമാർക്ക് കരുത്തുകൂടുന്നത്. പാർട്ടി കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന്, അതായത് ഗത്യന്തരമില്ലാതെ മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് അർജുൻ ആയങ്കിമാർ ഇങ്ങനെ സ്വർണം പൊട്ടിക്കൽ എന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നുള്ളതാണ്. സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കേവലം നിസ്സാരമായ ഒരു കാര്യമല്ല. വിദേശത്തു നിന്ന് സ്വർണം വരികയും ആ സ്വർണം കാരിയർമാരിൽ നിന്ന് തട്ടിയെടുക്കുകയും അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് ഈ രീതിയിൽ യഥേഷ്ടം എത്തേണ്ടിടത്ത് എത്തിക്കുകയും ഒക്കെയാണ്. കാരിയർമാർക്ക് പിന്നീട് നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള പൈസയും ഒക്കെ കൊടുത്തുകൊണ്ട് വൻ സന്നാഹങ്ങളോടുകൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നാണ്. കേരളത്തിലെ വലിയ മാഫിയയാണ് ഇവർ. കണ്ണൂർ മാത്രമല്ല, എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ടും ഇവർ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങളിലടക്കം ഇവർക്ക് പിന്നിൽ നിൽക്കുന്ന പല ആൾക്കാർക്കും പങ്കുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരുമായിട്ട് നേരിട്ട് തന്നെ ബന്ധമുള്ള പല ആൾക്കാർക്കും ഇവരുടെ കീഴിൽ മാത്രമല്ല അവർ പ്രവർത്തിക്കുന്നത് എന്നതാണ്. എറണാകുളം കേന്ദ്രീകരിച്ചും മറ്റിടങ്ങൾ കേന്ദ്രീകരിച്ചും കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇവർ പങ്കാളികളാകുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ തന്നെയാണ് അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നത്. മയക്കുമരുന്നടക്കം ഇവർ ഉപയോഗിക്കുന്നത് സ്വർണ്ണക്കടത്തിനാണെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഈ കാരിയർമാരെ നിരത്തി വയ്ക്കുന്നു എന്നതാണ്. കേരളം വലിയ രീതിയിൽ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ശബ്ദം എപ്പോൾ കേൾക്കും എന്നതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ് എന്നുള്ളതാണ്. ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും മാഫിയ പ്രവർത്തനങ്ങളുടെയും സ്ലീപ്പർ സെല്ലുകളുടെയും ഒക്കെ മുകളിലാണ് ഇപ്പോൾ കേരളം ഇരിക്കുന്നത് എന്നതാണ്. ഉടൻ തന്നെ സത്വര നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ വലിയ ഒരു പൊട്ടിത്തെറിയിലേക്കായിരിക്കും കേരളം പോകുന്നത് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം. ഭീകരവാദികൾ പല ഇടങ്ങളിൽ നിന്നും കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ പാത്തിരിക്കുന്നു എന്നതാണ്. PFIയുടെ മറ്റു പല പേരുകൾ ഇപ്പോൾ സംഘടനകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ നെറ്റ്വർക്കുകൾ പല തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ കൂടെ കറങ്ങി തിരിഞ്ഞാണ് ഇവിടെ എത്തുന്നത് എന്നതാണ്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് മയക്കുമരുന്ന് മാഫിയ ശക്തമാകുമ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് ബന്ധം നേരെ പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ആ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടേക്ക് വന്നു എന്നതിന് വളരെ ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഉൾഫ അടക്കമുള്ള ഭീകരവാദ സംഘടനകളാണ് ലഷ്കർ-ഇ-ത്വയ്ബയ്ക്കും ജെയ്ഷെ മുഹമ്മദിനും ഒക്കെ സപ്പോർട്ട് നൽകുന്നത്. അവരുടെ പിന്നണി പ്രവർത്തകരാണ് അവരിൽ പലരും. 300 കോടി രൂപയാണ് ഒരു വർഷം ഈ രീതിയിൽ മയക്കുമരുന്ന് വിപണനത്തിൽ കൂടി വ്യാപാരത്തിൽ കൂടി അവർ ലഭ്യമാകുന്നത്. അത് രോഹിംഗ്യൻ അഭയാർത്ഥികളെ കൊണ്ടുവന്നാണ് ഇത്തരത്തിലുള്ള ട്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അവർ ഈ രീതിയിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ നെറ്റ്വർക്കുകൾ വ്യാപിക്കുകയാണ്. പല രീതിയിൽ കൂടി ഇവരുടെ പിന്നണിക്കാരും ഒക്കെയായി കേരളത്തിലെ മാഫിയകൾ തമ്മിൽ വലിയ ശക്തമായ രീതിയിലുള്ള അടുത്ത ബന്ധമാണ് ഉള്ളതെന്നാണ്. പലരും പല കോണുകളിൽ ഇരുന്നു കൊണ്ട് ഇവരെ നിയന്ത്രിക്കുന്നു, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെ ഉപയോഗിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ആഴത്തിലുള്ള നെറ്റ്വർക്കിനെയാണ് കേരള പോലീസിന് പൊളിക്കാനുള്ളത്. പക്ഷേ കേരള പോലീസിന് ഒരു ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുവാൻ പോലും കഴിയാത്ത വിധം ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു. അർജുൻ ആയങ്കിമാരെ പോലും പല ഇടങ്ങളിൽ നിന്നും പിടിക്കാൻ പറ്റുന്നില്ല. ഒളിവിലിരുന്നു കൊണ്ട് അവർ ഭീഷണിപ്പെടുത്തുന്നു. കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞു. പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്ന് പറയുന്നു. കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയെ അടക്കം ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ്. വീണ്ടും അടുത്ത പോസ്റ്റ്, ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുവാൻ മറ്റു പല ആൾക്കാരെയും നിയമിക്കുവാൻ പാകത്തിന് ശക്തമായിരിക്കുന്നു. പണം കൊണ്ടും അധികാരങ്ങൾ കൊണ്ടും ഉന്നതങ്ങളിലെ ബന്ധങ്ങൾ കൊണ്ടും. തീർച്ചയായിട്ടും ഇത് കേരള പോലീസ് അന്വേഷിച്ച് പിടിച്ചില്ല എങ്കിൽ കേരളം പോകുന്നത് ഭയാനകമായ അവസ്ഥയിലേക്കായിരിക്കും. ഒപ്പം കേരള പോലീസിന് ഇനി തലയുയർത്താൻ പറ്റാത്ത രീതിയിൽ അഭിമാനക്ഷതവും കൂടിയായിരിക്കും അത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.